അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു റെയിൽ പാളത്തിനരികിൽ 60 മീറ്റർ വീതം അകലത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 35 സെക്കൻഡ് കൊണ്ട് 10 ഇലക്ട്രിക് പോസ്റ്റുകൾ കടന്നുപോയി. അങ്ങനെയാണെങ്കിൽ തീവണ്ടിയുടെ വേഗത എന്ത്? വേഗത അഥവാ സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ തീവണ്ടി കടന്നുപോയ ടൈം നമുക്ക് 35 സെക്കൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി തീവണ്ടി സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ തീവണ്ടി എന്താ ചെയ്തത്? 10 ഇലക്ട്രിക് പോസ്റ്റുകളെ കടന്നുപോയി. അപ്പൊ ആദ്യം 10 ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 10 ഇലക്ട്രിക് പോസ്റ്റ് ആയതുകൊണ്ട് 10 മൈനസ് 1 എടുക്കുക, അതായത് 9. അതിനെ 2 ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയിലുള്ള അകലം കൊണ്ട് ഗുണിക്കുക. 9 × 60 540 മീറ്റർ. അപ്പൊ ഇതാണ് ഈ അകലം. ഈ അകലമാണ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്. എന്തുകൊണ്ടാണ് 10 എടുക്കാതെ 9 എടുത്തത്? നമ്മൾ രണ്ടെണ്ണം തമ്മിലുള്ള അകലം എടുക്കുന്ന സമയത്ത് ഒന്നിനെയാണ് 60 കൊണ്ട് ഗുണിക്കുന്നത്. 3 എണ്ണം തമ്മിലുള്ള അകലമാണെങ്കിൽ 2-നെയാണ് 60 കൊണ്ട് ഗുണിക്കുന്നത്. അങ്ങനെ 10 എണ്ണം ആവുന്ന സമയത്ത് 10-ൽ നിന്ന് 1 കുറച്ച 9-നെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 540 മീറ്റർ എന്ത് കിട്ടി? ഈ ഒരു ദൂരം കിട്ടി. ഈ ഒരു ദൂരമാണോ ഈ ട്രെയിന് കടന്നു പോയിട്ടുണ്ടാവുക? ട്രെയിൻ എന്ത് ചെയ്തു? 10 ഇലക്ട്രിക് പോസ്റ്റുകളെ കടന്നുപോയി. 10 ഇലക്ട്രിക് പോസ്റ്റിൽ 10ാമത്തെ ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകണമെങ്കിൽ ആ ട്രെയിനിന്റെ അവസാനത്തെ ഭാഗവും എന്തിനെ കടന്നു പോകണം? ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകണം. അപ്പൊ ആ ട്രെയിന് അവസാനം ഈ ഒരു പൊസിഷനിലായിരിക്കും. മുഴുവനായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലായിരിക്കും. അപ്പൊ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചു? ഈ 540 പ്ലസ് ഈ ഒരു ദൂരം കൂടെ എക്സ്ട്രാ ആയിട്ട് സഞ്ചരിച്ചു. അത് എത്രയാണ്? ട്രെയിനിന്റെ നീളമായ 160 മീറ്റർ ആണ് ആ എക്സ്ട്രാ സഞ്ചരിച്ചത്. അപ്പൊ ആകെ ദൂരം 540 പ്ലസ് 160, അതായത് 700 മീറ്റർ ആണ് സഞ്ചരിച്ച ദൂരം. അപ്പൊ ഡിസ്റ്റൻസും കിട്ടി, 700 മീറ്റർ. അപ്പൊ സ്പീഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? 700 ഡിവൈഡഡ് ബൈ 35 ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് മേലെ മീറ്ററിലാണ്, താഴെ സെക്കൻഡിലാണ്. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിൽ ഉത്തരം കിട്ടും. പക്ഷെ നമ്മുടെ ഓപ്ഷൻ ഒക്കെ കിലോമീറ്റർ പെർ അവറിലാണ് ഉള്ളത്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കാം? 18/5 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ചെയ്താൽ കിലോമീറ്റർ പെർ അവറിൽ കിട്ടും. 35 ഇവിടെ വന്ന ഇവിടെ 235, അപ്പൊ 20. ഇവിടെ ഒരു 5, ഈ 20-നകത്ത് 4 5, അപ്പൊ 4 × 18 72 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അതാണ് ഉത്തരം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ്.